ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് വിവാദങ്ങളിലൂടെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ വിവാദം. സോഷ്യൽ മീഡിയ തുറന്നാൽ വിവാദം, ടി വി തുറന്നാൽ വിവാദം, ആളുകളുടെ സംസാരം മൊത്തം വിവാദം, പീഡനം, ബലാത്സംഗം, ഇതൊക്കെയാണ് ഫുൾ സംസാരം. ആളുകളുടെ ഇത് മാത്രമേ ഉള്ളൂ ആളുകൾക്ക് സംസാരിക്കാൻ, വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത് കേട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീപ്പൊരി സംവാദങ്ങളാണ് ഫുൾ എല്ലായിടത്തിലും, ചാനലിലൊക്കെ. അപ്പോൾ ഇതിൽ എനിക്ക് മനസ്സിലായ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അല്ല, ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കണം തോന്നി. സ്ത്രീ പുരുഷ സമത്വം, തുല്യ അവകാശം, തുല്യ നീതി എന്നൊക്കെ വാദം ഒരാതെ ആളുകൾ പ്രസംഗിക്കുകയാണ്. സ്ത്രീക്ക് അവകാശം. രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നില്ല, ആ സ്ത്രീയെ ന്യായീകരിക്കുന്നില്ല, ആരെയും ന്യായീകരിക്കുന്നില്ല. ഇപ്പോഴത്തെ സമൂഹം ഇതങ്ങനെയൊക്കെ തന്നെയാണ് കൂടുതലായിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, എവിടെ നോക്കിയാലും രാഹുൽ മാങ്കൂട്ടത്തിന് അദ്ദേഹത്തിനെതിരെയാണ് ഫുള്ള്. പിന്നെ അദ്ദേഹത്തിനെതിരായിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. അവർ ചതിച്ചു, അദ്ദേഹം ആ സ്ത്രീയെ ഉപയോഗിച്ചു, പിന്നെ പ്രലോഭിപ്പിച്ചു, പിന്നെ പല വാഗ്ദാനങ്ങളും കൊടുത്തു, അങ്ങനാക്കി ഇങ്ങനാക്കി എല്ലാം ആക്കി അതാക്കി ഇതാക്കി എന്ന് പറഞ്ഞ ഫുൾ ചർച്ച. അപ്പോൾ ഇതിലൊക്കെ പറയുന്ന കാര്യമുണ്ട്, ശരിക്കും കാര്യം ഉണ്ടാവണം. കാരണം എന്താണ്, അദ്ദേഹം കെട്ടിയിട്ടിട്ടോ വല്ല ആളെ കൂട്ടി നിന്നിട്ടോ ബലാത്സംഗം ചെയ്യണം, വല്ല പീഡിപ്പിക്കണം, അങ്ങനെയൊക്കെയാണ് ന്യായമുണ്ട്, പറയുന്ന കാര്യമുണ്ട്. ഇതങ്ങനെയൊന്നല്ല. സ്വമേധയാ സമ്മതപ്രകാരം ആണ് അദ്ദേഹം ചെയ്ത എല്ലാ പരിപാടിയും നല്ലതോ ചീത്തയോ എന്തായിക്കോട്ടെ ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ സമ്മതപ്രകാരമാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഫോൺ സംഭാഷണം ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചുതരാം. കുറച്ച് ഭാഗം ജസ്റ്റ് നിങ്ങൾ കേൾപ്പിക്കണം തോന്നി. അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. അതൊരു ചാനലിന് കൊടുത്തു തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ത്രീയെ ഡാഷ് പറഞ്ഞാൽ തോന്നിയാസരമായിട്ടുള്ള ഡാഷ് അല്ല കേട്ടോ, പേര് പറയാൻ പറ്റാത്തതുകൊണ്ട് ആ പേരിൻ്റെ ഭാഗത്താണ് ഡാഷ് ഉപയോഗിച്ചത്. ഇനി അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കണ്ട, ഒന്നും പറയാൻ പറ്റൂലേ പെണ്ണുങ്ങൾക്കെതിരെ. അപ്പോൾ ആ ഡാഷ് സ്ത്രീയെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്ത്. ഒരു പ്രമുഖ മീഡിയ ആണത്. അതിൽ നോക്കുമ്പോൾ എനിക്കൊന്നും തോന്നിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം നമുക്ക് എന്തായാലും അത്, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. രാഹുൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോ സന്ദേശമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത്. നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് ഈ വിധിയോട് രാഹുൽ സംസാരിക്കുന്നത്. കേൾക്കാം. ഇതിൽ സ്ത്രീയുടെ ശബ്ദം വേറൊരു രീതിയിലൊക്കെ ആക്കി കേട്ടോ. അദ്ദേഹത്തിന്റെ കറക്റ്റ്, അദ്ദേഹത്തിന് ഈ അഭിമാനം കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. സ്ത്രീക്കാണതല്ലോ, സ്ത്രീയല്ല ഇര. തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലും വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു വസ്തു ഒന്നും അല്ല ഞാൻ. ഇതാണോ തന്റെ ആദർശം? വലിയ ആദർശമാണോ ഇതൊക്കെയാണോ ആദർശം? ലൈഫിൽ കൊണ്ടുപോകണോ ആദർശം? ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞു സമാധാനം ലഭിക്കുക. അതുണ്ടായതിനു ശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, എന്ത് ചെയ്യുന്ന എന്താ ചെയ്യാൻ പോകുന്നത്? എന്നിട്ട് എന്തെന്നും പറഞ്ഞു കൊണ്ടുവരും. ഞാൻ കൊണ്ടുവരത്തില്ല, അതിന് സേഫ് അതുകൂടെ കൊണ്ടുവന്ന് താൻ കൊന്നു കളയുന്ന എനിക്കറിയാം. അല്ല, താൻ എന്താണോ സിനിമ കാണുകയാണോ ഇത്? സിനിമ ഇത്രയും കണ്ടോട്ടുള്ള സിനിമയായിരുന്നല്ലോ. തന്റെ ഫ്യൂച്ചർ, തന്റെ ജീവിതം, തന്റെ കാര്യം, എല്ലാം തന്റെ കാര്യം. നമ്മൾ ഇങ്ങനെയാണോ പ്ലാൻ ചെയ്തത്? താൻ എന്താ ഇങ്ങനെ ചെയ്യുന്നുണ്ട്? തന്നോട് എന്താണോ ചെയ്യുന്നത്? താനല്ലേ എന്നോട് ചെയ്യുന്നത്. താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും. ഞാൻ എന്ത് ചെയ്യണമെന്നാണോ പറയുന്നത്? ഞാനിപ്പോ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ്.
അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത് ലൈഫിൽ ഉറപ്പായും ബാധിക്കും. എന്റെ ലൈഫ് തകരും എനിക്കറിയില്ല. എന്റെ ലൈഫ് തകരത്തില്ല, തന്റെ ലൈഫ് തകർത്തില്ല. ഉറപ്പായും തകരും. തകരുന്ന പണിയാണ് താൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഒരു പണിയും ചെയ്യില്ല. തനിക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞല്ലോ. ഇവിടെ എനിക്ക് തന്നെ ഒന്ന് കാണാം. തലയൊക്കെ പൊട്ടിപ്പൊളി, എനിക്ക് തലയൊക്കെ പൊട്ടിപ്പൊളി. സീരിയസ്ലി എനിക്ക് പറ്റുന്നില്ല. എന്റെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം, എനിക്ക് നല്ലപോലെ അറിയാം. തന്റെ ടെൻഷൻ മാറി കിട്ടണം, അതിന് ഞാനൊരു വസ്തുവാണ്. എന്നിട്ട് എന്തെങ്കിലും കളിക്കി തന്നെ കൊല്ലാനാണോ? എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്നാണ് താൻ വിചാരിക്കുന്നത്? എനിക്ക് എന്നെ കൊന്നേരം അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ? തനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സമയം വേണമെന്നാണ് താൻ വിചാരിക്കുന്നത്? എന്നിട്ട് താൻ മിടുക്കനായിട്ടൊക്കെ പോവോ? കേട്ടല്ലോ, എന്താണ് ഇതിലൊരു ഭീഷണിപ്പെടുത്തുന്നൊരു സ്വരം, ഒരു ഭീഷണി ഈ സംസാരത്തിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്താണ് തെറ്റെന്നാണ് ഇത്. ഞാൻ ഒരിക്കലും പിന്നെ ന്യായീകരിക്കില്ല, ആരെയും ന്യായീകരിക്കില്ല. അപ്പോൾ ഇതിൽ അദ്ദേഹം ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് ന്യായമായി തോന്നിയിട്ടുണ്ട്. ആ സ്ത്രീ ചോദിക്കുന്ന കാര്യങ്ങൾ എനിക്ക് കുറച്ച് ന്യായമായിട്ട് തോന്നിയിട്ടുണ്ട്. അതിലുപരി ആ സ്ത്രീ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടോ? ശരിയായ നല്ല രീതിയിലുള്ള ഒരു സ്നേഹവും കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ ഏവഞ്ഞ ചതിക്കാൻ സാധ്യതയുണ്ട്. അഥവാ ബൈ ചാൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാട്ടിൽ അറിയിക്കണം, മറ്റുള്ള അറിയിക്കണം, അവരെ നാണം കെടുത്തണം, അവരെ മോശക്കാരനാക്കണം. ഉദ്ദേശം എല്ലാവർക്കും ഉണ്ടല്ലോ. എനിക്കങ്ങനെ തോന്നിപ്പോയി. വലിയ ന്യായമൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ആ സ്ത്രീയുടെ ഉദ്ദേശവും എന്താണെന്ന് നമ്മൾ നോക്ക്. ആ സ്ത്രീയാണ് കുറച്ച് കൂടുതലായിട്ട് പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരിക്കുന്നത്. എന്തൊക്കെയാ പറയുന്നത്, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, നിനക്ക് എൻ്റെ കാര്യം മാത്രമല്ല അങ്ങനെയല്ലേ. അപ്പോൾ അദ്ദേഹം ഒരു ഭീഷണിയുടെ സ്വരത്തിലൊന്നുമല്ല, കാമായിട്ട് ഒരു സ്വരം താഴ്ത്തിയിട്ട് നല്ല രീതിയിലാണ് പറയുന്നത് എനിക്ക് മനസ്സിലായി. നീതി എല്ലാവർക്കും വേണം എൻ്റെ അഭിപ്രായത്തിൽ. ആണിനും വേണം, പെണ്ണിനും വേണം. അതിൽ പെണ്ണ് തെറ്റിയിട്ടുണ്ട്, പെണ്ണിന് ശിക്ഷ കിട്ടണം, പെണ്ണിൻ്റെ പേരും വെളിപ്പെടുത്തണം. പുരുഷനാണ് തെറ്റ് ചെയ്യുന്നത്, പുരുഷൻ്റെ പേരും വെളിപ്പെടുത്തണം, പുരുഷനും കുറ്റക്കാരനാക്കണം, അവൻ ശിക്ഷ ലഭിക്കണം എന്നാണ് ചെയ്തത്. അല്ലാണ്ട് അഭിമാനം ആണിനും പെണ്ണിനും ഒക്കെ ഉണ്ട്. തുല്യനീതി പറയുമ്പോൾ തുല്യത എല്ലാത്തിലും വേണം. ചില കാര്യങ്ങൾക്ക് പെണ്ണിന് തുല്യാവകാശം, സമത്വം, ചില കാര്യത്തിന് അതൊന്നും പറ്റൂല. എന്തെങ്കിലും ഒന്ന് ആരോപിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളൊരു പുരുഷനെ കുറിച്ചൊരു പെണ്ണ് ആരോപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇരയാ. പിന്നെ പേര് വെളിപ്പെടുത്താൻ പറ്റൂല, അത് അവളുടെ പേര് പറയാൻ പറ്റൂല. ആണുങ്ങളെ പേരും ആണുങ്ങളെയും പുരുഷനെ എങ്ങനെ വേണമെങ്കിലും ഏത് ചാനലിൽ എന്ത് പേര് ഉപയോഗിച്ചിട്ട് എന്താക്കിയിട്ടും ആക്രമിക്കാം. അതൊന്നും ശരിയായൊരു നീതിയല്ല, അതൊന്നും അംഗീകരിക്കുന്ന കാര്യമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് ആര് തെറ്റ് ചെയ്താലും എൻ്റെ സഹോദരനായി, എൻ്റെ വീട്ടുകാരായിട്ടുള്ള എനിക്ക് നീതി തന്നെയാണ്. ഇതാണായി പെണ്ണായി ആരായി, ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കിത് കേട്ടിട്ട് എന്താ തോന്നിയത്? ഇതിപ്പോൾ ഞാൻ പറയുന്നതൊക്കെ പൊട്ടത്തരാണെന്ന്, അതാണ് അത്. എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.